ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് വ്ളോഗറാച്ചി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടും ക്യാബേജും ഒക്കെ വെച്ചൊരു തോരനാണ്. അപ്പോൾ തോരന് ഞാൻ ക്യാബേജും ബീട്രൂട്ടും സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, പിന്നെ 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ജീരകം പൊടിച്ചത്. ഇനി നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ട് വെക്കുക. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ ബീട്രൂട്ടും ക്യാബേജും സവോളയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മൊത്തത്തിൽ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പാണ് ഇടാൻ പോകുന്നത്. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ സവോളയും കറിവേപ്പിലയും എല്ലാം ഒന്ന് മിക്സ് ആകണം. ഇനി നമുക്ക് കുറച്ച് ഒന്ന് വേവാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടപ്പ് അടച്ചിട്ടുണ്ട്. ഇനി അത് വേവുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അരപ്പാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആവശ്യത്തിന് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം പൊടിച്ചത് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ശേഷം നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കളറിൽ വരുമ്പോൾ നമ്മൾ എടുക്കണം. ഇനി നമ്മൾ തോരനിൽ അടച്ചു വെച്ചിരുന്ന അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ അരപ്പൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇനി നമ്മളൊന്ന് വേവാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ആ തോരനിലേക്ക് ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു തോരൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും.